എല്ലാ പാപവും അവന്റെ ചുമലിൽ ഏറ്റു. നമുക്കായി നിത്യരക്ഷ നൽകുവാൻ യേശു വ്യസന പാത്രമായി. എത്ര പേർക്ക് സമർപ്പണത്തോടുകൂടെ ഹല്ലേലൂയ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? യെശയ്യാ പ്രവചനം 53 ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നു, അവൻ ഹല്ലേലൂയ സാഹസം ഒന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശാപക്കുഴി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു എന്ന വചനം വ്യക്തമാക്കുന്നത്. പ്രിയരെ, ന്യായപ്രമാണത്തിൽ ഹല്ലേലൂയ പാപം ചെയ്താൽ മരിക്കും. എന്നാൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മെ അഥവാ മനുഷ്യനെ രക്ഷിക്കുവാൻ യേശു തന്റെ ജീവനെ മറുവിലയായി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു തന്റെ ജീവനെ മറുവിലയായി കൊടുത്തു. റോമാലേഖനത്തിൽ പറയുന്നു, പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ഇപ്പോൾ ഹല്ലേലൂയ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. ദൈവമക്കളെ, ആമേൻ പറഞ്ഞാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇപ്പോൾ ഹല്ലേലൂയ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. പ്രിയരെ, യേശുവിന്റെ ക്രൂസ് മരണം രോഗസൗഖ്യത്തിന് കാരണമായി. യേശുവിന്റെ രക്തം സകല രോഗത്തെയും സൗഖ്യമാക്കുന്നതാ. എത്ര പേർക്ക് വിശ്വാസത്തോടുകൂടി ആമേൻ പറഞ്ഞ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 53 5 വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അക്രമങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോകുകയാണ്. എത്രയോ മഹാന്മാരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുവിന്റെ